الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളൊക്കെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അതേപോലെ തന്നെ കടം കൊണ്ട് വലയുന്ന അനവധി പേരുണ്ട്. അല്ലാഹു തആല അവരുടെയും നമ്മുടേതുമായ എല്ലാ കടങ്ങളും അല്ലാഹു സലാമത്തിലാക്കി തരുമാറാകട്ടെ. അതേപോലെ നമ്മളോട് വേർപിരിഞ്ഞു പോയ ഒരുപാട് മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഉസ്താദന്മാർ, അല്ലാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള മോമിനീങ്ങളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ദിവസത്തിലും നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളെ സംബന്ധിച്ചാണ്. ഓരോ ദിവസത്തിലും നമ്മൾ പ്രഭാതത്തിൽ പതിവാക്കേണ്ട ചില ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കുന്നതാണ്. എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, കുറച്ചും കൂടി മെച്ചപ്പെട്ട രൂപത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും. എന്നാൽ ചില ആൾക്കാർ അതൊന്നും അശ്രദ്ധമായി കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അല്ലാഹു തആല അതിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അശ്രദ്ധമായി ജീവിക്കുക, ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങുക. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അങ്ങനെയുള്ള വിഭാഗമെന്ന് പറയുന്നത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകമായ ഒരു രോഗം അവർക്ക് പിടിപെട്ടിട്ടുണ്ട്. അത് കാരണമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് അത് കസലാണെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കസലിനെ സംബന്ധിച്ച് പറഞ്ഞത്, കസൽ എന്ന് പറഞ്ഞാൽ മടിയാണ്. നമ്മുടെ ജീവിതത്തിൽ മടിയുണ്ടാകുമ്പോഴാണ് നമുക്ക് പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നത്. കാരണം മടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാതെ വരികയാണ്. അത് പിന്നത്തേക്ക് നമ്മൾ മാറ്റിവെക്കുകയാണ്. ഇത് കാരണമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നമ്മൾ നേരിടേണ്ടി കടന്നു വരികയാണ്. കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് മടി കിടന്നു വന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുആ നിങ്ങൾ ചെയ്തു കൊള്ളുക, ഈ ദുആ നിങ്ങൾ ചെയ്തു കൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നതല്ല. നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക് മടി കടന്നു വരുന്നെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുആ നീ എല്ലാ ദിവസവും ചൊല്ലിയാൽ അല്ലാഹു നിന്റെ ജീവിതത്തിൽ നിന്നും മടിയെ നീക്കി കളയുന്നതാണ്. ഏതാ ദുആ എന്നറിയോ? അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വനഊദു ബിക മിനൽ ജുബ്നി വൽ ബഖൽ വനഊദു ബിക മിനൽ അജ്സി വൽ കസൽ വനഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. നേരത്തെ നമ്മൾ ഈ ദിക്റുകളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാണിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുആ നമ്മൾ പഠിക്കുക, അതറിയുന്നവരോട് ചോദിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുക. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും മടിയെ നമുക്ക് നീക്കം ചെയ്യാൻ കഴിയുന്നതാണ്. ആ മടിയെടുത്ത് മാറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കടന്നു വരുന്നു. നമുക്ക് പുതുതായി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുകയാണ്. മടി പിടിച്ചുകൊണ്ട് നമ്മളൊരു മൂലയിലേക്ക് മാറിപ്പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതാണ്. നമ്മുടെ പരാജയത്തിന്റെ കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ അല്ലാഹു തആല നിനക്ക് തന്നിരിക്കുന്ന ആയുസ്സുണ്ടല്ലോ, വെറും 60ഉം 70ഉം വയസ്സ് മാത്രം പ്രായമാണല്ലോ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. ആയുസ്സുമായി നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുസ്
ആയുസ്സിന്റെ ആരോഗ്യമുള്ള സമയമെന്ന് പറയുന്നത് 40ഉം 50ഉം വയസ്സ് വരെയാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ ആയുസ്സിൻ്റെതായ ആരോഗ്യം കുറഞ്ഞു വരുന്നു, നമ്മൾ രോഗികളായി തീരുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ ബലങ്ങൾ കുറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ മുഴുവനും ബാക്കിയാകുകയാണ്. നല്ലതുപോലെ ഇബാദത്ത് പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, ചെറുപ്പക്കാരോട്, സഹോദരിമാരോട് ആരോഗ്യമുള്ള സമയത്തിൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടതാണ്. നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഈ ദുആ നിങ്ങൾ മറന്നു പോകരുത്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വനഊദു ബിക മിനൽ ജുബ്നി വൽ ബഖൽ വനഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, ഹമ്മിനെ തൊട്ടും നിന്നോട് ഞങ്ങൾ കാവൽ തേടുകയാണ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വനഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, അശക്തതയെ തൊട്ട്, ബലമില്ലാത്തതിനെ തൊട്ട് ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. അല്ലാഹുവേ, മടിയെ തൊട്ട് നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുകയാണ്. ചില ആൾക്കാർക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വല്ലാത്ത അസ്വസ്ഥതയാണ്, തലവേദനയാണ്, കണ്ണിലിരട്ട് കയറുന്നത് പോലെയാണ്, ശരീരത്തിന് ആരോഗ്യമില്ലാത്തത് പോലെയാണ്. അല്ലാഹുവേ, അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ, മരിച്ച് ജീവിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അല്ലാഹുവേ, അങ്ങനെയുള്ളതായ എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും ഞങ്ങൾ നീ സലാമത്തിലാക്കണേ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഈ ദുആ നമ്മൾ നല്ലതുപോലൊന്ന് പതിവാക്കി നോക്ക്. ഈ ദുആ നമ്മളൊന്ന് പതിവാക്കി നോക്ക്. നിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നീ അതാ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് നീ ചൊല്ലേണ്ട ദിക്റുണ്ട്. ഈ ദിക്റും കൂടി ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാൻ കഴിയോ? ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. അത്ഭുതകരമായ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാൻ പോവുകയാണ്. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റിവെച്ചാൽ മാത്രം മതി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ പ്രഭാതത്തിലെ സുബഹി നിസ്കാരത്തിന് ശേഷം അതാ നീ ഓതണം. ഏതാണെന്നറിയോ? സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുണ്ടല്ലോ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യസ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും യുഹീതൂൻ. അല്ലാഹുവേ, ആയത്തുൽ കുർസി നമ്മൾ അങ്ങോട്ട് പാരായണം ചെയ്യുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ആയത്തുൽ കുർസി ഒരു 3 പ്രാവശ്യം നിങ്ങൾക്ക് ഓതാൻ കഴിയുമോ? സുബഹി നിസ്കാരം കഴിഞ്ഞ ആയത്തുൽ കുർസി 3 പ്രാവശ്യം ഓതുക. പിന്നീട് ഒരു ദിക്റുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. നല്ല പ്രതിഫലമുള്ളൊരു ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം. ഈ ദിക്ർ ഒരു 73 പ്രാവശ്യം ചൊല്ലാൻ കഴിയുമോ?
അതേപോലെ വേറൊരു ദിക്റുണ്ട്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇതൊരു 11 പ്രാവശ്യം ദിക്ർ ചൊല്ലുക. ഇനി അതിനു ശേഷമുണ്ട് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ഒരു 111 പ്രാവശ്യം നീ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹ് ഒരു 100 പ്രാവശ്യം ചൊല്ലുക. ഇത്രയും ദിക്റുകൾ ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിൽ നിനക്ക് ചൊല്ലാൻ കഴിയുമോ? ഒരു 10 സ്വലാത്തും കൂടി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വലാലി വല്ലസ്ഹാബി വസല്ലിം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വലാലി വല്ലസ്ഹാബി വസല്ലിം. ഈ സ്വലാത്തും കൂടി ചൊല്ലിയാൽ, ഒരു 10 സ്വലാത്തും കൂടി ചൊല്ലിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ ഓരോ ദിവസവും നിനക്ക് വല്ലാത്ത മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. നീ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവനാണെങ്കിൽ, നീ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവനാണെങ്കിൽ, നീ വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവനാണെങ്കിൽ, ഒരു ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവനാണെങ്കിൽ, ഇതുവരെയും ഒരു ജോലിയും ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എത്ര ചെറുപ്പക്കാരാണ് സുബ്ഹാനല്ലാഹ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നത്. എൻ്റെ ചെറുപ്പക്കാരായി ദിക്ർ നീ ഓരോ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം പതിവാക്കിയാൽ അല്ലാഹു നിന്റെ ജീവിതത്തിൽ ഒരു ഖൈറിന്റെ കവാടം തുറന്നു തരുന്നതാണ്. ഇത് മഹത്തുക്കൾ പറഞ്ഞതാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ദിക്റുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു തന്ന ദിക്റുകളുണ്ട്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയ ദിക്റുണ്ട്. അവിടുന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ ഇരുളിൽ കിടക്കുന്ന സമയത്ത് അവിടുന്ന് ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്റാണ് ചൊല്ലിയത്. ഈ ദിക്ർ ചൊല്ലിയപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ സ്വീകരിക്കുകയാണ്. അവിടുന്ന് ഇരുളിൽ നിന്ന്, ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തി എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോ ആ ദിക്ർ നമ്മൾ ചൊല്ലിയാൽ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ചൊല്ലിയാൽ ഏത് ഇരുട്ടിലാണോ നീ കിടക്കുന്നത്, നിന്റെ മനസ്സിനെ പിടിച്ചിരിക്കുന്ന ഏത് ഇരുട്ടാണെങ്കിലും ആ ഇരുട്ട് മാറ്റിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിന്റെ ഹൃദയത്തിൽ വല്ലാത്ത പ്രകാശം തരുന്നതാണ്. നല്ല മാർഗങ്ങൾ അല്ലാഹു കാണിച്ചു തരുന്നതാണ്. നല്ല വഴികൾ അല്ലാഹു തുറന്നു തരുന്നതാണ്. നല്ല ജോലികൾ അല്ലാഹു തരുന്നതാണ്. ഖൈറായ കവാടം അല്ലാഹു തുറന്നു തരുന്നതാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റുകളൊക്കെ പതിവാക്കി ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശ് കണ്ടുകൊണ്ട് ജീവിക്കാൻ, അവന്റെ ലിഖായിന് വേണ്ടിയിട്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരുണ്ട്. അല്ലാഹു പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ജോലിയുണ്ട്, ആ ജോലിയിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുന്നവരുണ്ട്. അല്ലാഹുവേ റഹ്മാൻ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ആ ജോലി നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ.